നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാഖ്യയോഗമാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ശ്ലോകത്തിൽ ജീവാത്മാവിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നാം ശ്രവിച്ചത്. ഭഗവാന്റെ വചനങ്ങൾ നാം കേട്ടത്. തുടർച്ചയെന്നോണമുള്ള ശ്ലോകം 18 നമുക്ക് ശ്രദ്ധിക്കാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുദ്യുസ്വ ഭാരത. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ, നിത്യനും ഒരിക്കലും മരിക്കാത്തവനുമായ ഈ ആത്മാവ് അപ്രമേയമാണ്. ശരീരയ്ക്ക് നഷ്ടമാകുന്നത് അതുമായി ബന്ധപ്പെട്ട ഈ നശിക്കുന്ന ദേഹം മാത്രമാണ്. അല്ലയോ ഭരതകുലോൽപ്പന്ന, അതിനാൽ നീ യുദ്ധം ചെയ്യുക. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ജീവാത്മാവിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശരീരയ്ക്ക് നഷ്ടപ്പെടുന്നത് ദേഹം മാത്രമാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് ഭരതകുലോൽപ്പന്നനായ അർജുന, നീ യുദ്ധം ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജീവാത്മാവിനെ നിത്യനെന്നും കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ഇതേ ആശയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവാത്മാവിനെ നിത്യനെന്നും നാശമില്ലാത്തവനെന്ന് ഇവിടെ വിശേഷിപ്പിച്ച് കാണും. നിത്യനെന്ന് വിശേഷിപ്പിച്ച ശേഷം നാശമില്ലാത്തവനെന്ന് ആവർത്തിച്ചത് പുനരുക്തി ദോഷമല്ലേ എന്ന് ചോദിച്ചേക്കാം. ഗീതയിലെ സാഖ്യയോഗത്തിന് കപിലതന്ത്രവുമായി ബന്ധമൊന്നുമില്ലെന്ന് കരുതുന്നവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നേരായ ഉത്തരം പറയാൻ സാധിക്കില്ല. ഈ അധ്യായത്തിന് നിദാനമായ സാഖ്യ ദർശനത്തെ അപഗ്രഥിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉക്തിയിലൂടെ ആന്തരിക അർത്ഥത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക. നാശ ശബ്ദത്തിന് കപിലമുനി നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്. നാശമെന്ന പദത്തിന് ഇല്ലാതാവുക എന്നല്ല, മറിച്ച് കാരണത്തിൽ വിലയിക്കുക എന്നർത്ഥമെടുക്കണമെന്നാണ് കപിലമുനിയുടെ അഭിപ്രായം. കാര്യജഗത് ഉപദാന കാരണമായ കാരണപ്രകൃതിയിൽ ലയിക്കുന്നതിനെയാണ് അതിൻ്റെ നാശം എന്ന് പറയുന്നത്. പ്രളയത്തിൽ സംഭവിക്കുന്നതും ഇതാണ്. എന്നാൽ ജീവാത്മാവിന് ഇത്തരത്തിലൊരു ലയം ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ശ്രീകൃഷ്ണൻ അനാശി എന്ന ഈ ശ്ലോകത്തിൽ പ്രയോഗിക്കുന്നത്. അനാശി കാരണം മൂലേ മൂലാഭാവാദ മൂലം മൂലം. സാഖ്യദർശനത്തിലെ 1-ാം അധ്യായത്തിലെ 32-ാം ശ്ലോകമാണ് കപിലമുനി പറഞ്ഞത്. അതായത് അനാദിയായ ജീവാത്മാവിന് ലയിക്കാൻ വേറെ മൂലകാരണ തത്വമില്ല എന്നർത്ഥം. ജീവാത്മാവിൻ്റെ അനാദിതത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ഇവിടെ. അതാണ് വീണ്ടും അത് തന്നെ പല രീതിയിൽ പറഞ്ഞ് നമുക്ക് അർജുനനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ജീവാത്മാവിന് നാശമില്ല, അനാശിയാണ്, നിത്യമാണ്, അനാദിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാൻ ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ശുഭ സുദിനം.